നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വശത്ത് വി ഡി സതീശന് വലിയ കയ്യടി, മറുവശത്ത് പലരും അദ്ദേഹത്തിൻ്റെ ശൈലിയെ വിമർശിക്കുന്നു. വി ഡി സതീശനെ ഫേസ്ബുക്കിലോ സമൂഹ മാധ്യമങ്ങളിലോ വിമർശിച്ചാൽ ഇപ്പോൾ പോലീസ് കേസെടുക്കുന്നു. എല്ലാറ്റിനുമൊടുവിൽ കാക്കി ട്രൗസറിട്ട വി ഡി സതീശനെ അവതരിപ്പിച്ചതിനാണ് കേസ്. അങ്ങനെയെങ്കിൽ പിണറായിക്കെതിരെ എന്തെല്ലാം ട്രോളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ നാളുകളിൽ വലിയ സ്വർണ്ണക്കട്ടിലൊക്കെ കിടക്കുന്ന പിണറായി വിജയൻ്റെ എത്രയെത്ര ട്രോളുകൾ, പിണറായി വിജയൻ്റെ ഷർട്ടൂരി എത്രയെത്ര ഫോട്ടോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കേസെടുക്കാൻ തുടങ്ങിയാൽ സംഗതി കൈവിട്ടു പോകും എന്ന് സതീശനും കൂട്ടരും ഓർത്താൽ നല്ലത്. ഒരു സമൂഹത്തെ ആകെ ഭയപ്പെടുത്തി നിർത്താൻ കഴിയില്ല. ഇത് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ്റെ വാശിയൊന്നുമായിരിക്കില്ല. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ കൂടെ നിൽക്കുന്നവർ കൊടുക്കുന്ന പണിയാണ്. വി ഡി സതീശൻ്റെ പല പ്രവർത്തനങ്ങളും വലിയ കയ്യടികൾ നേടുന്നു. ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വി ഡി സതീശൻ നടത്തിയ പ്രയോഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ വിറപ്പിച്ചു കളഞ്ഞു. LDF മുച്ചൂടും വെല്ലുവിളിക്കുന്ന തലത്തിൽ സരസമായി ചിരിയോടെ സതീശൻ നിയമസഭയെ തന്നെ നിയന്ത്രിക്കുന്ന കാഴ്ച. സതീശനിൽ തന്നെ വലിയ ആത്മവിശ്വാസമുണ്ട്. നന്നായി പഠിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ മറുവശത്ത് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഒരു ഏകാധിപത്യ സ്വഭാവം വരുന്നുവോ? വി ഡി സതീശനെതിരെ ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് വൻ പടപ്പുറപ്പാടാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. മന്ത്രിസഭയെ നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ ഒറ്റയ്ക്ക് പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നു. സതീശൻ്റെ ഏകാധിപത്യ നടപടികൾക്ക് മൂക്ക് കയറിടാൻ ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. കർണാടകയിൽ സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുമ്പോൾ സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയുണ്ട്. ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ച് DK ശിവകുമാറിന് ഒരു മൂക്ക് കയറിടുക. സിദ്ധരാമയ്യയുടെ നിർദ്ദേശപ്രകാരം DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കർണാടകയിലെ പുതിയ കോൺഗ്രസ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരുന്നു. ഇതേ മോഡലിൽ കേരളത്തിലും ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ KC വേണുഗോപാലിന്റെ ചില ചരടുവലികളുണ്ട്. ഇത്തരമൊരു ആവശ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാരും MLA-മാരും ഒക്കെ പരസ്യമായും രഹസ്യമായും ഹൈക്കമാൻഡിനോട് പറഞ്ഞു. പ്രത്യേകിച്ച് KC പക്ഷ MLA-മാരും മന്ത്രിമാരും ഒരുമിച്ച് തന്നെ നിന്നു. സതീശൻ പക്ഷത്ത് ഇപ്പോൾ MLA-മാരില്ല. 1-2 MLA-മാരുടെ പിന്തുണ മാത്രമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയായ വി ഡി സതീശനുള്ളത്. മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും KC പക്ഷക്കാർ. അവർ ഒരുമയോടെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ മന്ത്രിക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. എങ്കിലും വി ഡി സതീശൻ ആ വകുപ്പുകളിലൊക്കെ അങ്ങ് കൈയിട്ട് തുടങ്ങി. പിണറായി വിജയൻ്റെ സ്റ്റൈലിൽ മറ്റു മന്ത്രിമാരെയും നേതാക്കളെയും ഒക്കെ നോക്കുകുത്തികളാക്കി ഏകാധിപത്യ ശൈലിയിൽ മുന്നോട്ടു പോകാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം തടയണമെന്നാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം MLA-മാരും ഇപ്പോൾ പറയുന്നത്. ഗവൺമെൻറ് ലീഡർമാരുടെ തെരഞ്ഞെടുപ്പിലും സതീശൻ തൻ്റെ ഏകാധിപത്യ പ്രവണത തുടർന്നു. ഇതിനെതിരെ ഹൈക്കമാൻഡിൽ ചിലർ പരാതി അറിയിച്ചു. ഇതിനെ തുടർന്ന് KPCC-യിൽ കൂടിയാലോചനകൾ നടത്തി മാത്രം GP-മാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയാൽ മതി എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞു. തൻ്റെ നോമിനികളായ 30ഓളം ആളുകളെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ നടത്തിയത്. നിയമവകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയാതെ മുഖ്യമന്ത്രി ഇടപെട്ട് കളക്ടർമാരെ മാറ്റി. PK കുഞ്ഞാലിക്കുട്ടി അറിയാതെ പുതിയ വ്യവസായ വകുപ്പ് ഡയറക്ടറെ നിയമിച്ചു. എന്നാൽ ഇതൊക്കെ ഭരണപരമായ ഒരു താൽക്കാലിക അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. ചീഫ് സെക്രട്ടറി തൻ്റെ മുന്നിൽ വെച്ച ലിസ്റ്റ് താൻ അംഗീകരിച്ചതേയുള്ളൂ എന്ന് ക്യാബിനറ്റിൽ വി ഡി സതീശൻ പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിനും ചൊടിച്ചു. ഒരുപക്ഷെ ഇനി വി ഡി സതീശന് വേണ്ടി അങ്ങ് പരസ്യമായി നിലയുറപ്പിക്കാനൊന്നും ലീഗ് മെനക്കെടില്ല എന്നാണ് ഒരു അണിയറ സംസാരം. പാണക്കാട് തങ്ങളെ കയ്യിലെടുത്തുകൊണ്ടാണ് വി ഡി സതീശൻ്റെ നീക്കങ്ങൾ. ഇനി വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത B അശോകിൻ്റെയും പ്രശാന്തിൻ്റെയും കാര്യത്തിലാണ്. ഇരുവരെയും സർവീസിൽ തിരിച്ചെടുക്കണം. LDF സർക്കാരുമായി പരസ്യമായി ഏറ്റുമുട്ടിയവരാണ് ഇരുവരും. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലൊരു ഭരണകൂട തലവനെതിരെ പോരാട്ടം നയിച്ചവർ. B അശോകും പ്രശാന്തുമൊക്കെ തങ്ങളുടെ വരുതിക്ക് നിൽക്കുമോ എന്ന ഭയം മുഖ്യമന്ത്രി വി ഡി സതീശനുണ്ട്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനൊപ്പമുള്ള ചിലർ അദ്ദേഹത്തെ പലതരത്തിൽ ഉപദേശിക്കുന്നു. സൂക്ഷിച്ചു വേണം അവരെ കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ മുഖ്യമന്ത്രി ഉപദേശിക്കുന്നു. B അശോകിനെ പോലെ നല്ല തലച്ചോറുള്ള ഒരാളെ ഉന്നത പദവിയിലെത്തിക്കാൻ കഴിഞ്ഞാൽ അത് വി ഡി സതീശന് വലിയ കരുത്തായി മാറും. B അശോകിനെ ആഭ്യന്തര സെക്രട്ടറി ആക്കാനുള്ള നീക്കം നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല നടത്തിയിരുന്നു. അതിന് തടയിട്ടത് വി ഡി സതീശനാണ് എന്ന് അണിയറ സംസാരം. B അശോകിനെതിരെയുള്ള സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്താൽ മാത്രമേ
ആഭ്യന്തര സെക്രട്ടറിയായി നിയമിക്കാൻ കഴിയൂ. പരസ്പര ധാരണയും ചർച്ചയും ഏകോപനവുമില്ല എന്നതാണ് പൊതുവെ മന്ത്രിമാരുടെ പരാതി. എന്നാൽ മന്ത്രിമാരൊക്കെ തങ്ങളുടെ തുരുത്തിൽ കയറി അവരുടെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് വി.ഡി. സതീശൻ പക്ഷം പറയുന്നു. ഉന്നത പോലീസ് തലപ്പത്തിലെ അഴിച്ചുപണിയും ഇപ്പോൾ വൈകുന്നു. ഭരണത്തിലേക്ക് വന്നതല്ലേ ഉള്ളൂ, എല്ലാ ഉദ്യോഗസ്ഥരെയും കുറിച്ച് സമൂലമായൊന്ന് പഠിക്കേണ്ടേ എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ നിലപാട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും പോലീസ് സേനയുടെ തലപ്പത്ത് എന്നതാണ് കോൺഗ്രസിൽ ഉയരുന്ന മുറുമുറുപ്പ്. എന്നാൽ അതിന് മറ്റൊരു കഥ കൂടിയുണ്ട്. പിണറായി വിജയൻ ഒരു പതിറ്റാണ്ട് കേരളം ഭരിച്ചയാളാണ്. അപ്പോൾ സ്വാഭാവികമായി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ കാലഘട്ടത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവരാണ്. കാരണം പറഞ്ഞ് അവരെ അങ്ങ് ഒഴിവാക്കുകയും അത്ര എളുപ്പമല്ല. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി IPS, IAS നിയമനങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചാൽ അത് വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകും. ഇപ്പോൾ വി.ഡി. സതീശനും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായ സ്ഥിതിയിലാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ആഭ്യന്തര വകുപ്പ്. IAS, IPS നിയമനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് നേരിട്ട് നടത്തും. പ്രത്യേകിച്ച് P. ശശിയെപ്പോലുള്ളവരാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ CPMലെ ചില നേതാക്കൾക്ക് പോലും അക്കാലത്ത് കടുത്ത അതൃപ്തിയുമുണ്ടായിരുന്നു. പക്ഷെ അതൃപ്തിയൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചേക്ക് എന്നതാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഭാവം. അതുകൊണ്ട് മുരടനക്കാൻ അവർക്കാർക്കും ശേഷിയില്ല. ഇതേ മോഡൽ അനുവർത്തിക്കാനാണ് വി.ഡി. സതീശൻ ആദ്യം ശ്രമിച്ചത്. ക്യാബിനറ്റിൽ ചില IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തെക്കുറിച്ചുള്ള ചർച്ച ഉയർന്നപ്പോൾ സതീശൻ പറഞ്ഞു, അതൊക്കെ മുഖ്യമന്ത്രിയുടെ പോർട്ട്ഫോളിയോയിൽ വരുന്നതാണ്, ഞാൻ തന്നെ നോക്കിക്കോളാം. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് ചീഫ്, വിജിലൻസ് ഡയറക്ടർ തുടങ്ങിയ സുപ്രധാന നിയമനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തേടുക സ്വാഭാവികമാണ്. എന്നാൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വരുന്ന നിയമനങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നടത്തുകയാണ് പതിവ്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്ന സൂചന രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് വരുന്നു. സർക്കാർ അധികാരമേറ്റെടുത്ത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനിടയിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ചൊല്ലിയും ഇപ്പോൾ വലിയ വിവാദം. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് തൻ്റെ അളിയനെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി അങ്ങ് വെച്ചു. ഇപ്രകാരം പല മന്ത്രിമാരും സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒക്കെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പേഴ്സണൽ സ്റ്റാഫിൽ 4 വർഷം ഇരുന്നാൽ അവർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. പരമാവധി ആനുകൂല്യങ്ങൾ വീട്ടിലോട്ട് ചെല്ലട്ടെ എന്നതാണ് ചില മന്ത്രിമാരുടെ ഭാവം. കോൺഗ്രസിന് വേണ്ടി ഇത്രയും കാലം വിയർപ്പൊഴുക്കിയ, കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച പല പ്രവർത്തകരെയും കഴിവുള്ളവരെയും ബോധപൂർവം മറക്കുന്നു. വലിയ നിരാശയാണ് പല സ്ഥലങ്ങളിലും പടരുന്നത്. ഇത്തരം പല ഘടകങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കർണാടക മോഡൽ ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഹൈക്കമാൻഡിൻ്റെ നീക്കം. ഇക്കാര്യത്തിൽ KC വേണുഗോപാലിനും അനുകൂല നിലപാടാണുള്ളത്. ഇതുവഴി മുഖ്യമന്ത്രിയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുമെന്ന് KC പക്ഷം കണക്കുകൂട്ടുന്നു. ഇനി ഇത്തരമൊരു കോർ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കാൻ സതീശൻ വഴങ്ങിയില്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കും. 1 വർഷത്തിനുള്ളിൽ വി.ഡി. സതീശനെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ഒരു തന്ത്രം അണിയറയിൽ മെനയുന്നുണ്ട്. എന്നാൽ സതീശൻ ക്യാമ്പ് ഉണർന്നു തന്നെ ഇരിക്കുന്നു. അദ്ദേഹം തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പക്ഷത്തെ ഒപ്പം നിർത്തി ചടുലമായ നീക്കങ്ങളാണ് നടത്തുന്നത്. യുദ്ധസമാനമാണ് സാഹചര്യം എന്ന സതീശൻ ക്യാമ്പ് വിലയിരുത്തുന്നു. വി.ഡി. സതീശൻ നേരിടുന്ന വലിയ വെല്ലുവിളി KC പക്ഷത്തിൻ്റെ മുൻതൂക്കമാണ്. പ്രത്യേകിച്ച് മന്ത്രിസഭയിലും MLA-മാരുടെ എണ്ണത്തിലുമൊക്കെ. പാർട്ടി നേതൃത്വത്തിലും KPCCയിലും KC പിടിമുറുക്കിയിരിക്കുന്നു. ഇനി വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന ഒരു KPCC അധ്യക്ഷൻ KPCC അധ്യക്ഷ സ്ഥാനത്തെത്തിയില്ല എങ്കിൽ മുഖ്യമന്ത്രി നക്ഷത്രമെണ്ണുമെന്നുറപ്പ്. വി.ഡി. സതീശന് കയ്യടി വലിയ തോതിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോഴും മറുവശത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദങ്ങളാണ് അദ്ദേഹം നേരിടുന്നത്. ഒടുവിൽ മൂക്കുകയറിട്ട് നിയന്ത്രിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.